മനാഫ്ക ആ പൈസ കൊടുത്തു അല്ലെ പെയിന്റ് അടിച്ചു പറഞ്ഞ ആ യൂട്യൂബ് ചാനലിൽ കാണില്ല. അതുപോലെ ഞാനൊരു യാദൃശികമായിട്ട് ഇങ്ങനെ പറയല്ലോ ഇത് അർജുന്റെ ബൈക്കാണെന്ന് അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇതൊന്നും അല്ല നമ്മളെ വിഷയം. അതെ, അവരും ആയിരുന്നു, അംഗമായിരുന്നു. അവര് അവിടുന്ന് പോണ എവിടെ വെച്ചിട്ടാണ് പറഞ്ഞാല് നമ്മൾ മുഖ്യമന്ത്രിന്റെ ഡോറിന്റെ മുന്നിൽ ഇരിക്കുകയാണ്. അടുത്തത് നമ്മളാണ് മുഖ്യമന്ത്രിന്റെ അടുത്തേക്ക് പോകേണ്ടത്. ആ സമയത്താണ് എന്താക്കുന്നത് അവർ കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ച് പോകുന്നത്. അതാണ് അതിൻ്റെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റീൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും. അത് ആക്ഷൻ കമ്മിറ്റി നാളെ എന്താണെന്ന് തോന്നുന്നു മീറ്റിംഗ് കൂടുന്നത്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരെന്തായാലും, കാരണം ഓരെ പറ്റിയിട്ട് അലിഗേഷൻ പറഞ്ഞത് അവരാണ് തിരുത്തേണ്ടത്. അതിന് ഭാഗമല്ല. അർജുനെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയോ അതേമാതിരത്തെ ഒരു സ്ഥാനം തന്നിട്ട്, അർജുൻ്റെ ഫാമിലിനെ എങ്ങനെ ഉൾപ്പെടുത്തിയോ അതേ സ്ഥാനം തന്നിട്ട് നമ്മളെ ഉൾപ്പെടുത്തി. അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടെ നിന്നിക്കണ്. അതിൽ അവർ ചെയ്ത ഒരുപാട് പ്രവർത്തികളുണ്ട്. അത് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട്. അത് ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള ഒരു എന്താ പറയുക നന്ദി നമ്മൾ പ്രകടിപ്പിക്കും അവരോട്. അർജുന്റെ ഫോൺ റിങ് ചെയ്ത് അത് വീഡിയോയിലുണ്ടല്ലോ. അത് അർജുന്റെ ഫോൺ റിങ് അടിഞ്ഞത് ആ ഒരു വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പ്രകാരം അർജുന്റെ ഫോൺ റിങ് അടിഞ്ഞെന്നുള്ള ഒരിത് വന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ സുഹൃത്തും നിൽക്കുന്ന സമയത്ത് ഒരു റിങ്ങും അടിഞ്ഞു. അതൊക്കെ ഒരേ ദിവസങ്ങളാണ് നടക്കുന്നത്. അത് എന്ത് അവിചാരിതത്തിൽ നടന്നതായിരിക്കാം എന്താ എന്നുള്ളത് സത്യാവസ്ഥ അന്ന് അറിയില്ല. ഞങ്ങൾ അന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ന് ഓനെ എവിടെ ജീവനോടുണ്ട് എന്നുള്ള സമയത്ത് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഞങ്ങൾ അങ്കോലയിൽ നിന്ന് അന്ന് ഈ റോഡ് മണ്ണ് വിടത് കൊണ്ട് അടവായതുകൊണ്ട് ഞങ്ങൾ അത് ഒരു 30 കിലോമീറ്റർ അവിടെ ഉള്ള മാധ്യമങ്ങൾ അന്ന് റോട്ടുകാർക്ക് അറിയാം. ഇത് ഈ ഒരു കിലോമീറ്റർ പോകാൻ 40 കിലോമീറ്റർ റൗണ്ട് അടിച്ച് പോകേണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ ആ ഭാഗത്തേക്ക് കുമിട്ട സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാരത് ഷോറൂമിൽ നിന്ന് വിളിക്കുന്നത്. വണ്ടിയിലെ GPS ആക്റ്റീവ് ആണെന്ന് ഞങ്ങളത് അപ്പം ഷോറൂമിൽ നിന്നായിരുന്നു പറഞ്ഞത്. അത് എന്നോടും ജിതിനോടും പറഞ്ഞതാണ്. ഞാനെവിടെയും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞത്. അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞ് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ ഒരു അതായത് അതൊക്കെ പഴയ മാറ്ററുകളാണ് GPS-ന്റെ കാര്യമൊക്കെ വന്നത്. അതൊന്നിപ്പോ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു അതാണ് അഭിപ്രായ ഭിന്നത മാറ്റാൻ. നിങ്ങളുടെ വളരെ മാതൃകാപരമാണ്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ മനാഫിന്റെ പ്രവർത്തനം 2ാം ഘട്ടം മുതൽ ശരിയായില്ല. മൊബൈലിൽ കൃത്യമായ ഇടപെടലാണെന്നാണ് അവർ എങ്ങനെ മൊബൈലിലത് എങ്ങനെ തോന്നുന്നു? ഈ ചേട്ടന്റെ ഇടപെടൽ ആരും ഇപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ആരും നമുക്കിപ്പോ ഇത് ഞങ്ങൾക്ക് അർജുൻ്റെ ഒപ്പം ലഭിച്ച് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് അർജുനെ ലഭിച്ച് ഇനിയിപ്പോൾ നമ്മൾ ഇത് അവർ ചെയ്ത് ഇവർ ചെയ്ത് ഇവരെടുത്ത് നമ്മൾ പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ആ ചർച്ചകളിലൊക്കെ കടക്കുമ്പോൾ ആ കുടുംബത്തിനെ വേദനിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു അലിഗേഷൻ ആവശ്യം. അതുകൊണ്ട് നമ്മൾ അത്തരം ചർച്ചകൾ ഒഴിവാക്കിയിട്ട് ഇത് നല്ല രീതിയിൽ എങ്ങനെ നിൽക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ പിന്തുണക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കമന്റുകൾ ആ കുടുംബത്തിനെതിരെ വരുന്നത്. അത്തരം കമന്റുകളൊക്കെ അടിച്ച് നടക്കുന്ന ആളുകൾ എന്താ പറയാനുള്ളത്? ഞാൻ അതിന് ആദ്യം ഒരു കാര്യം പറയാം. അല്ല, ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെ കിട്ടിയോട് കൂടിയാണല്ലോ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അർജുനെ കിട്ടുന്നതിന് മുമ്പ് യാതൊരു പ്രശ്നങ്ങളില്ലേനും ഇത് ആദ്യമായിട്ട് അർജുനെ കിട്ടി അർജുനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 5 എന്താ പറയുക ലോറി ഉടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സംസാരം വന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ലോറി ഉടമ മുബീനാണ്. അത് പറഞ്ഞത് എങ്ങനെയാണ്, മനാഫ് എന്ന് പറഞ്ഞ ആളല്ല ലോറി ഉടമ, ഒരു മുബീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മുബീൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ സഹായിച്ചത്. അങ്ങനെയൊക്കെ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു. ഞാനത് ആ സമയത്ത് അങ്ങനെ അവർക്കൊരു വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതേ സമയത്ത് അർജുൻ്റെ കൂടെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്താണ്, ഞാൻ അപ്പം തന്നെ പുറപ്പെട്ട് ഞാനും നമ്മൾ ബ്രദേഴ്സ് എല്ലാവരും കൂടി പുറപ്പെട്ട് മുബീനെ അവിടെ നിർത്തി. മുബീനോ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക പറഞ്ഞിട്ട് നേരെ രാവിലെ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഞാൻ ആ വിവാദം അത് കാര്യം തീർത്തതായിരുന്നു. പിന്നീട് ഓരോ ഫാമിലിക്ക് അതൊരു
തൃപ്തികരമായ എൻ്റെ മറുപടി ആണെന്ന് തോന്നിയില്ല. ആ ബൈറ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്ത് നോക്കാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണേ അത് മുബിൻ്റെ വാരാണ്. പക്ഷേ അത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കരുത്, ആരും ഇവർക്കെതിരെ ഒരു ബാഡ് കമൻസ് ഇടരുത്. ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പിന്നീട് അത് എന്തായെന്ന് പറഞ്ഞാൽ അവർക്ക് അതും തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഞാൻ വീണ്ടും പോയി ഒരുപാട് ചാനലുകാർ അന്ന് രാത്രി വീണ്ടും വിളിച്ചു വരുത്തി. ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മുബിൻ്റെ വാഹനമാണ്. ഇതിപ്പോൾ മുബിൻ്റെ വാഹനമോ എൻ്റെ വാഹനമോ അത് നമുക്കൊരു പ്രശ്നമല്ല. ഓൻ്റെ അനിയനാണ്, എൻ്റെ മൊത്തം സ്വത്ത് എനിക്ക് എഴുതി കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത കേസല്ലേ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വിഭജനം ഇല്ല, ഇന്നും ഒരു അതിൻ്റെ കാര്യത്തിലില്ല. പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഒരു എന്താ പറഞ്ഞാൽ വിട്ട് കളയാം നമുക്ക് ഇതൊക്കെ.